നിങ്ങൾ ഈ കഥകളി എന്ന് പറഞ്ഞ സാധനം കണ്ടായിരുന്നോ? കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. അമ്മാതിരി നാണക്കേടാണ് നമുക്കും നമ്മുടെ കഥകളിക്കും വരുത്തി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ സന്ദർശനത്തിന് വന്നപ്പോഴത്തേക്കും നമ്മുടെ കഥകളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാണിച്ചു കൊടുത്ത സാധനം അത്. ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം, ഒന്ന് കണ്ടു നോക്ക്. മര്യാദയ്ക്ക് ഒരു ക്ലാസിക്കൽ ഡാൻസ് പോലും കളിക്കാൻ അറിയാമല്ലാതെ ആരെയോ പിടിച്ച് മേക്കപ്പ് പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുക. ആ മേക്കപ്പ് തന്നെ കണ്ടില്ലേ? കഥകളിയാണ് പോലും, കഥകളി. നാണക്കേട്. എൻ്റെ പൊന്നെ, ഇവിടെ എത്രയോ കലാകാരന്മാരുണ്ട്. അവരെ ആരും വിളിച്ചുകൊണ്ട് പോകാൻ മേലാഞ്ഞിട്ടാണോ? വേണ്ട, സുരേഷ് ഗോപിയോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, പുള്ളി ഇവിടുന്ന് കൊണ്ടുപോകുമായിരുന്നല്ലോ. എൻ്റെ പൊന്നെ, ഇതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആലോചിക്കുന്നത്. നമ്മുടെ കഥകളി കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടാ? സിത്താറോ അങ്ങനെ തബലയൊക്കെ. എന്തോന്നാ ഇത്? അയ്യേ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പട്ടാളം സിനിമയിൽ ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന പോലെയല്ലേ ഇരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കതല്ലേ ഓർമ്മ വരുന്നത്, ഈ സാധനം. ഇത് കാണിച്ചാലും മതിയായിരുന്നു. ഇത് അതിനേക്കാളും ഭേദം ഇത് തന്നെയാണ്. ഒന്നുമല്ലെങ്കിലും മേക്കപ്പെങ്കിലും കറക്റ്റായിട്ടുണ്ട്. അതെന്നെ കാണിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം എന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ അവിടെ കിടപ്പുണ്ട്. അവിടെ കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാം. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേക്കാം. ഓക്കെ, ബൈ.